ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോവാലൻ്റ് ബോണ്ടിങ്ങിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അയോണിക് ബോണ്ടിങ്ങിനെ പറ്റി നമ്മൾ നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആർക്കും തന്നെ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ഒരു കെമിക്കൽ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. അതായത് കോവാലൻ്റ് ബോണ്ട് ഫോംഡ് ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ ആറ്റംസ്. ഒരു ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക? അതായത് 2,7. അതെങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ നമുക്കിപ്പോൾ നല്ല രീതിയിൽ അറിയാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫ്ലൂറിന് ഒക്ടറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഇലക്ട്രോൺ ആവശ്യമാണ്? ഒരു ഇലക്ട്രോൺ ആണ് ആവശ്യമുള്ളത്. അതായത് നമുക്കറിയാം, ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ വരക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അതായത് കെ ഷെല്ലിൽ 2 ഇലക്ട്രോണ്, അതുപോലെ എൽ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഒരു എൽ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 8 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എൽ ഷെല്ലിൽ നമ്മൾ 1 ഇലക്ട്രോൺസും കൂടി വരികയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഫ്ലൂറിന് ഒക്ടറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫ്ലൂറിൻ ആറ്റത്തിന് അയോണിക് ബോണ്ടിങ് പോസിബിൾ അല്ല. അതായത് ഇവിടെ എന്താണ്, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? അതായത് F2 ഫ്ലൂറിൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇതുപോലെ ഡോട്ട് വെച്ചിട്ട് നമുക്ക് വരക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വരക്കുന്ന സമയത്ത് കളർഫുള്ളായിട്ട് വരക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നിങ്ങളെ നോട്ട്ബുക്ക് നല്ല നീറ്റായിരിക്കും. നിങ്ങൾക്ക് തന്നെ അത് പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ നല്ല കളർഫുള്ളായിട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഇവിടെ എന്താണ്, ഇവിടെയുള്ള ഈ ഒരു ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ 1 ഇലക്ട്രോണ് ഈ ഒരു ഫ്ലൂറിൻ ആറ്റവുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫ്ലൂറിൻ ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ 1 ഇലക്ട്രോണ് ഈ ഒരു ഫ്ലൂറിൻ ആറ്റവുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണുകളെ ഇങ്ങനെ റൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് കോവാലൻ്റ് ബോണ്ടിങ് ആണ്. അതായത് ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫ്ലൂറിൻ ഷെയർ ചെയ്യുന്നത്. അതായത് 1 പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഷെയർഡ് ബൈ 2 ഫ്ലൂറിൻ ആറ്റം ആൻഡ് അറ്റൈൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇവിടെ 2 ഫ്ലൂറിൻ ആറ്റവും കൂടി ചേർന്നിട്ട് 1 പെയർ ഓഫ് ഇലക്ട്രോണിനെയാണ് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ ഫ്ലൂറിൻ ആറ്റത്തിന് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നത്? 1 പെയർ ഓഫ് ഇലക്ട്രോൺസ്. അതായത് 2 ഇലക്ട്രോൺസിനെയാണ് ഈ ഒരു ഫ്ലൂറിൻ ആറ്റംസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മോളിക്യൂൾസിൻ്റെ. ഫ്ലൂറിനെ പോലെ തന്നെ വേറെ H2ഉം ക്ലോറിനും ഒക്കെ. അതായത് ഇവിടെയൊക്കെ എന്താണ്, 1 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇതിനെ ബോണ്ട് പെയർ എന്ന് പറയാം. ഈ ഒരു ബോണ്ട് പെയർ 1 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നെങ്കിൽ അതിന് എന്ത് പറയാം, സിംഗിൾ ബോണ്ട് എന്ന് പറയാം. നേരെ മറിച്ച് ഇവിടെ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിന് എന്ത് പറയാം, അതായത് 2 പെയർസ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ഡബിൾ ബോണ്ട് എന്ന് പറയാം. ഇനി 3 പെയർസ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ എന്ത് പറയാം, ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയാം. അപ്പോൾ ഓരോന്നിനും എക്സാമ്പിൾസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഡബിൾ ബോണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ടിന് നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ ഏതാണ്? ഓക്സിജന് 2 ഓക്സിജൻ ആറ്റം തമ്മിൽ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നത്? 2 പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, ഒരു ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,6 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഓക്സിജന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ 2 ഇലക്ട്രോൺസിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു ഓക്സിജനും 2 ഇലക്ട്രോൺസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, ഇത് പരസ്പരം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈ ഫിഗറിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ ഇവിടെ ഞാൻ 2 ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഈ 2 ഓക്സിജൻ ആറ്റം തമ്മിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക്
ഇതിന് എന്ത് പറയാം, ഡബിൾ ബോണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുക 2 ലൈന് വെച്ചിട്ടാണ്. അപ്പോൾ സിംഗിൾ ബോണ്ടിനെ റെപ്രസെൻ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു, ഒരു ലൈന് വെച്ചിട്ടായിരുന്നു. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ ഇവിടെ 3 ലൈൻസ് ആണ് ഉണ്ടാവുക. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 7 ആണ്. അപ്പോൾ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസും എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക, 5 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ 2 നൈട്രജൻ ആറ്റം തമ്മിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസിനാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്, 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഈ ഒരു നൈട്രജന് ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് ഇവിടെ ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്നത് 5. അപ്പോൾ ഇവിടെയും 5 ഡോട്ട്സ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഈ ഒരു നൈട്രജന് അതിൻ്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്താവണം, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. അതുപോലെ ഇതിനും 8 ഇലക്ട്രോൺസ് ആണ്. ഇതിന് ജസ്റ്റ് അവർ എന്ത് ചെയ്തു, ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്തു. 3 പെയർസ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് ഞാനിവിടെ ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ നോട്ട്സ് പോലെ നിങ്ങളെ നോട്ടിൻ്റെ ബാക്ക് സൈഡിൽ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഇത് നിങ്ങൾക്ക് എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് അതെന്താണെന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പോയിന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വേഗത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നതാണ്. ഈ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. എന്താണ് കോവാലൻ്റ് ബോണ്ട്, സിംഗിൾ ബോണ്ട് എന്താണ്, സിംഗിൾ ബോണ്ടിന് എക്സാമ്പിൾ എന്താണ്, അതുപോലെ ഡബിൾ ബോണ്ട് എന്താണ്, ഡബിൾ ബോണ്ടിന് എക്സാമ്പിൾ, ട്രിപ്പിൾ ബോണ്ട് എന്താണ്, ട്രിപ്പിൾ ബോണ്ടിന് എക്സാമ്പിൾ. ഇതാണ് ഈ നോട്ട്സിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇവിടെ അതേ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഒരു ടേബിൾ ഫോർമാറ്റിൽ ആക്കി തന്നിരിക്കുന്നു എന്ന് മാത്രം. അതായത് ഇവിടെ ഫ്ലൂറിൻ F2 എന്ന് പറയുന്നത് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നത്, അവിടെ സിംഗിൾ ബോണ്ടാണ് ഉണ്ടാകുന്നത്. ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പെയർ ഓഫ് ഇലക്ട്രോൺസ്, അവിടെ സിംഗിൾ ബോണ്ട്. ഓക്സിജൻ 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നത്, ഡബിൾ ബോണ്ട്. ഇനി നൈട്രജൻ എന്ന് പറയുന്നത് 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നത്, ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലോറിൻ്റെ ഡോട്ട് ഡയഗ്രാം വെച്ചിട്ട് ആ ഒരു മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമുക്കറിയാം ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ക്ലോറിന് ചുറ്റും 7 ഇലക്ട്രോൺസ് ഡോട്ട്സ് വരച്ചു. അതുപോലെ തന്നെ വേറൊരു ക്ലോറിനുമായിട്ട് ചേർന്നിട്ടാണ് ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അതിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോറിന് അതിൻ്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 1 ഇലക്ട്രോണും കൂടി ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്ലോറിനും 1 ഇലക്ട്രോൺ ആവശ്യമാണ്. അപ്പോൾ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഈ 2 ക്ലോറിൻ ആറ്റവും തമ്മിൽ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ക്ലോറിൻ ആറ്റത്തിന് ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, സിംഗിൾ ബോണ്ടാണ്. ക്ലോറിൻ തമ്മിൽ ഒരു സിംഗിൾ ബോണ്ടാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അതാണ് ഇവിടെ ഈ ഡാഷ് ഇട്ടിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ H2 മോളിക്യൂൾ ഫോർമേഷനാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഈ ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് രണ്ട് ഹൈഡ്രജൻ ആറ്റം തമ്മിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്, സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ്, അതായത് HCl എങ്ങനെ ഫോം ചെയ്യുന്നതുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ക്ലോറിൻ്റെത് 17 ആണ്. അതുപോലെ തന്നെ ഈ ഒരു ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ എന്തുണ്ടാകുന്നത്, ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ എത്ര ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നത്, 2 ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോണ്ടിനെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം എങ്ങനെയൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഫോർമേഷൻ ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്, അതായത് ഈ കാർബണും ക്ലോറിനും കൂടി ചേർന്നിട്ട് കാർബൺ ടെട്രാക്ലോറൈഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒരു കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്, 2, 4 ആണ്. ഇനി ഒരു ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 8, 7 ആണ്. അപ്പോൾ ഇവിടെ ഇത് തമ്മിലുള്ള ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു കാർബണിനെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 4 ഇലക്ട്രോൺസിൻ്റെ ആവശ്യമാണ്.
അതുപോലെ തന്നെ ഇവിടെ 4 ക്ലോറിൻ ആറ്റംസ് ആണുള്ളത്. അപ്പോൾ ഓരോ ക്ലോറിൻ ആറ്റത്തിനും ഓരോ വീതം ഇലക്ട്രോൺസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഒരു ക്ലോറിൻ ആറ്റം എന്ത് ചെയ്യുന്നു, ഈ ഒരു കാർബൺ ആറ്റത്തിലുള്ള ഒരു ഇലക്ട്രോൺ ആയിട്ട് ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഈ ക്ലോറിൻ ആറ്റവും ഈ ഒരു കാർബണും തമ്മിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ എല്ലാ ഭാഗത്തും, അതായത് ഈ ഒരു ഭാഗത്തും എന്ത് ചെയ്യുന്നു, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കാർബണും ക്ലോറിൻ തമ്മിൽ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഇവിടെ എന്ത് ഫോം ചെയ്യുന്നു, ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇതുപോലെ സിംഗിൾ ബോണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് ഒരു കാർബൺ ആറ്റത്തിന് എത്ര ഇലക്ട്രോൺസ് ആവശ്യമാണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ? 4 ഇലക്ട്രോൺസ് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലോറിൻ ആറ്റത്തിന് എത്ര ഇലക്ട്രോൺസ് ആവശ്യമാണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ? 1 ഇലക്ട്രോൺ ആവശ്യമാണ്. അപ്പോൾ എത്ര ക്ലോറിൻ ആറ്റം കാർബൺ ആറ്റവുമായിട്ട് ചേർന്നിട്ടാണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ആകുന്നത്? 4 ക്ലോറിൻ ആറ്റം, അതായത് 4 ക്ലോറിൻ ആറ്റം ഒരു കാർബൺ ആറ്റവുമായിട്ട് ചേർന്നിട്ടാണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ആകുന്നത്. കാർബൺ ടെട്രാക്ലോറൈഡ് കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടിങ് വഴിയാണ് നടക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇവിടെ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യപ്പെടുന്നത്? അതായത് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഈ ഒരു കാർബൺ ആറ്റവും ഈ ഒരു ക്ലോറിൻ ആറ്റവും തമ്മിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെയർസ് ഷെയർഡ് ബൈ ദ കാർബൺ ആറ്റം വിത്ത് ഓൾ ക്ലോറിൻ? മൊത്തത്തിൽ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നത്? 4 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യപ്പെടുന്നത്. ഹൗ ക്യാൻ ഇറ്റ് റെപ്രസെൻറ്റ് ഇൻ കെമിക്കൽ ബോണ്ട്സ്? കെമിക്കൽ ബോണ്ടിൽ എങ്ങനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക? ഈ ഒരു ടൈപ്പിലാണ്. അതായത് ഓരോ കാർബണും ക്ലോറിനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ ബോണ്ടാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ ഒരു ലൈൻ വെച്ചിട്ട് ഇതിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.